ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ബോളിയും പായസം ഉണ്ടായ കഥയാണ് പറയാൻ പോകുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ് ബോളി. നമ്മുടെ സദ്യയുടെയൊക്കെ കൂടെ ഇങ്ങനെ ബോളിയും പായസവും കഴിക്കുമ്പം നമ്മളിങ്ങനെ വയറ് നിറഞ്ഞിട്ടല്ലേ കഴിക്കുന്നത്. അപ്പം വീട്ടിൽ നിന്ന് ഇങ്ങനെ കൊതിയായിട്ടിരിക്കുമ്പോൾ കഴിക്കാൻ തോന്നി. ഇപ്പം ഞാൻ യൂട്യൂബ് എടുത്തു, അതിൽ നോക്കിയിട്ട് ഇവിടെ ഉള്ള സാധനം വെച്ച്, കടലപ്പരിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൊമരപ്പരിപ്പാണ് കേട്ടോ എടുത്തത്. പക്ഷെ സക്സസ് ആവുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. അടിപൊളിയായിട്ട് സക്സസ് ആയി. അപ്പോൾ തൊമരപ്പരിപ്പ് വെച്ചും ഇതുണ്ടാക്കാം. കടലപ്പരിപ്പ് വെച്ച് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. പക്ഷേ ഇതെനിക്ക് ഒരു വ്യത്യാസവും തോന്നിയില്ല, അടിപൊളിയായിരുന്നു. ഇതിൻ്റെ റെസിപ്പി ഒന്നും പറഞ്ഞ് ഞാൻ വെറുതെ സമയം കളയുന്നില്ല. കാരണം യൂട്യൂബിൽ ഘടോരമായിട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പം ട്രിവാൻഡ്രത്തുകാരുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഡിഷാണിത് കേട്ടോ. അതുകൊണ്ട് തന്നെ ട്രിവാൻഡ്രത്ത് ഉള്ള ഒരുപാട് പേര് ഉണ്ടാക്കിയതിൽ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. നമ്മുടെ നാട്ടിലും ഇതുപോലെ സദ്യക്ക് നമ്മൾ ബോളി കഴിക്കാറുണ്ട്. അപ്പം നമ്മൾ ഉണ്ടാക്കി നോക്കുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത് സക്സസ് ആകുമെന്ന്. അപ്പോൾ പരത്തുന്ന വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല, മറന്നുപോയി കേട്ടോ. അപ്പോൾ അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അപ്പുറത്ത് സ്നേഹയൊക്കെ വന്നു. സ്നേഹയുടെ വീഡിയോ എടുക്കാൻ തരും. സ്നേഹ പറഞ്ഞു, വേണ്ട ചേച്ചി എൻ്റെ വീഡിയോ എടുക്കണ്ട. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. എന്നിട്ട് ഇതാ അടിപൊളി ബോളിയും അടിപൊളി പായസത്തായി ഇവിടെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അന്നൊരു സംഭവം സംഭവിച്ചു. അന്ന് ഭയങ്കര കൊടും കാറ്റും അതിൻ്റെ കൂടെ കറണ്ടും ഇല്ലാതിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, പിറ്റേ ദിവസത്തെ അന്നത്തെ വീഡിയോ എടുത്തില്ല, അന്ന് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. പിറ്റേ ദിവസത്തേക്കും ഇരിപ്പുണ്ടായിരുന്നു ബോളി. അതും ആ പായസം ഇങ്ങനെ ഒഴിച്ച് കുറച്ച് പഴവും പായസവും ബോളിയും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിക്കുമ്പോൾ സ്വർഗം മോനെ, സ്വർഗം. എന്ത് അടിപൊളി ടേസ്റ്റാണെന്നറിയോ. നമ്മൾ ഫുള്ള് ചോറെല്ലാം കഴിക്കുമ്പോൾ നമ്മൾ വയറ് ഫുള്ളായിട്ടല്ലേ കഴിക്കുന്നത്. ഇതിപ്പോൾ അല്ലാതൊന്ന് കഴിച്ചു നോക്കുമ്പോൾ എൻ്റെ മോനെ, നിങ്ങൾക്ക് എൻ്റെ മുഖത്തൊന്ന് കാണാം. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് മനസ്സിലായത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. വലിയ ഇതൊന്നുമില്ല, ഈസിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ കഴിക്കട്ടെ, നിങ്ങളും പോയി ഉണ്ടാക്കിക്കോ. ഞാൻ എൻജോയ് ചെയ്തിട്ട് വരട്ടെ. ഓക്കെ, ബൈ, സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ.